ബി.ജെ.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് മോദിക്ക് മൂന്നാം വട്ടവും അധികാരത്തിലേറാൻ കഴിഞ്ഞെങ്കിലും കാര്യമായ സീറ്റുകളുടെ എണ്ണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറഞ്ഞു. അത് വലിയ തിരിച്ചടിയാണ്. അയോധ്യ അടക്കം അവർക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ രാജ്യസഭയിലും അവർക്ക് സീറ്റെണ്ണം കുറയുന്നു എന്നുള്ളത് ബി.ജെ.പിയെ കാര്യമായി അങ്കലാപ്പിലാക്കുന്ന ഒരു വസ്തുതയാണ്. നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുടെ 4 സീറ്റെണ്ണം കൂടി അവർക്ക് കുറയുന്നു. അതോടുകൂടി 113 എന്ന രാജ്യസഭയിലെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരുപാട് അകലെയായി പോകുന്നു ബി.ജെ.പി. എൻ.ഡി.എക്ക് മൊത്തത്തിൽ ഇപ്പോൾ 103 സീറ്റുകളുടെ അംഗബലമാണുള്ളത്. അപ്പോൾ ഒരു ബില്ലൊക്കെ പാസ്സാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറെ കൂടി വെല്ലുവിളി നിറഞ്ഞ ഒരു അവസ്ഥയും ഭാവിയും ബി.ജെ.പിയുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ബി.ജെ.പി മാനേജ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിഷാദ്, കഴിഞ്ഞ തവണത്തെ പോലെയല്ല, അവർക്ക് കുറെ കൂടി പ്രയാസങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. പക്ഷേ വൈ.എസ്.ആർ കോൺഗ്രസിൻ്റെയും എ.ഡി.എം.കെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി, അതെങ്ങനെ അവർ മാനേജ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഒന്നാമത് ബി.ജെ.പിയെ സംബന്ധിച്ച് ക്രൈസിസ് ഉണ്ട്, അത് വസ്തുതയാണ്. ഇപ്പോൾ ബി.ജെ.പി ഇപ്പോൾ അസമിലുണ്ട്, ത്രിപുരയിൽ, മധ്യപ്രദേശിലൊക്കെയുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് പൊസിഷൻ കുറച്ചുകൂടി ബെറ്റർ ചെയ്യാൻ പറ്റും. എന്നാലും അവരെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് അവർക്ക് ബില്ലുകൾ പാസ്സാക്കാൻ കഴിയുന്ന സാധ്യത ഇല്ലാതായി എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ബി.ജെ.പി ഇതിനു മുമ്പ് ഈ സമാനമായ പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ഒന്ന് ആന്ധ്രയിലെ ജഗൻമോഹൻ്റെ പാർട്ടിയാണ്. ജഗൻമോഹന് വൈ.എസ്.ആറിന് 11-14 എം പിമാരുണ്ട്. ബി ജെ ഡിക്ക് 9 എം പിമാരുണ്ട്. അപ്പോൾ ബി ജെ ഡിയെയും ഒപ്പം വൈ.എസ്.ആർ കോൺഗ്രസിനെയും മാത്രം കൂട്ടിച്ചേർത്താൽ ബില്ലുകൾ പാസ്സാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അവരാവട്ടെ ഉപാധികളില്ലാതെ ബി.ജെ.പിയെ പിന്തുണച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തവണ ബി.ജെ.പിയുടെ മുമ്പിലൊരു ക്രൈസിസ് നമ്മൾ കാണുന്നത്, ഒന്ന് ആന്ധ്രയിൽ വൈ.എസ്.ആർ.സി.പിക്ക് എതിരായി നിൽക്കുന്ന ആരെയാണ്, ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം ചേർത്ത് സഖ്യം ഉണ്ടാക്കിയിട്ടാണ് അവിടെ സർക്കാർ ഉണ്ടാക്കിയത്. ഇവിടെയും എൻ.ഡി.എ സർക്കാരിനെ അവർ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വൈ.എസ്.ആർ.സി.പി രാഷ്ട്രീയമായി അപ്പുറത്താണ്. ആ വൈ.എസ്.ആർ.സി.പിയെ എങ്ങനെ ഒപ്പം ചേർക്കും, അവരതിന് തയ്യാറാകുമോ എന്ന ക്വസ്റ്റ്യൻ ബി.ജെ.പിയുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ്. മറ്റൊന്ന് നമ്മൾ കാണുന്ന ബി.ജെ.ഡി, എല്ലായ്പ്പോഴും രാജ്യസഭയിൽ ബി.ജെ.പിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന ബി.ജെ.ഡിക്ക് 9 എം പിമാരുണ്ട്. അവർക്കെതിരെ അവരെ തോപ്പിച്ചിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തു, ഒഡീഷയിൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പ്രതിപക്ഷത്താണ്. അവിടുത്തെ നേതാക്കളത്തെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ ബി.ജെ.പിയോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോളിസി അക്കാര്യത്തിൽ വരണം. അപ്പോൾ ഇത് രണ്ടും ഒരു പ്രതിസന്ധിയാണ് ബി.ജെ.പിയുടെ മുമ്പിലുള്ളത്. അതായത് ഈ ഒഡീഷയിലെയും ഒപ്പം ആന്ധ്രാപ്രദേശിലെയും 2 കക്ഷികൾ കൈവിട്ട് പോകുമെന്നുള്ളത്. എന്നാലും പക്ഷേ അമിത്ഷാ അവിടെ ഉണ്ട്. ജഗനെ സംബന്ധിച്ച് ജഗന് പൂർണ്ണമായും സർക്കാരിനെ ഞങ്ങൾ സഹായിക്കില്ല, ബി.ജെ.പിക്കെതിരായിട്ട് ഞങ്ങളൊരു കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജഗനെതിരായിട്ട് വലിയ അഴിമതി കേസുകളൊക്കെ ഉണ്ട്. 2.5 ലക്ഷം കോടി രൂപയുടെ അഴിമതി ജഗൻ നടത്തുന്നുള്ള ആരോപണമൊക്കെ ആന്ധ്രാപ്രദേശിൽ രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്ന ഒന്നാണ്. കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളുടെയും വീട്ടിൽ ഇ.ഡിയും CBIയും അടക്കമുള്ള എൻഫോഴ്സ്മെൻറ്റും അടക്കം സകല ഏജൻസിയും കയറിയിട്ടും പോകാത്തത് എവിടെയാണ്? ഈ പറഞ്ഞ ഒഡീഷയിലും പ്രത്യേകിച്ച് ജഗൻ്റെ വീട്ടിലുമാണ്. ജഗനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപമുണ്ട്, നമുക്കറിയാമല്ലോ. അത് അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, അവർക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ. ആ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ജഗന് സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്രൈസിസും ഇവർ മറികടക്കാനുള്ള സാധ്യത. ഒഡീഷയിൽ അവർക്ക് ഒരുപക്ഷെ ഒരു നഷ്ടം വന്നാൽ തന്നെയും ജഗൻ്റെ എം പിമാർ, പിന്നെ തമിഴ്നാട്ടിൽ എ.ഡി.എം.കെക്ക് 4 എം പിമാരുണ്ട്. അപ്പോൾ എ.ഡി.എം.കെ ഇപ്പോൾ ഒരു സഖ്യം പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നോർമലി അവർക്കത് ആ സപ്പോർട്ട് ആവശ്യപ്പെടാനോ പ്രതീക്ഷിക്കാനോ കഴിയില്ല. പക്ഷേ അവിടെയും എ.ഡി.എം.കെയും അവർക്ക് പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഏജൻസി ട്രാപ്പുകൾ അവർക്കുണ്ട്. ഇപ്പോൾ എന്താണ് തമിഴ്നാട്ടിലെ എ.ഡി.എം.കെയുടെ കാലത്തെ അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴും കുത്തിപ്പോക്കാൻ കഴിയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഡി.എം.കെയുടെ ഒരു മന്ത്രിയെ പിടിച്ചകത്തിട്ട് എത്ര കാലം മുമ്പത്തെ അഴിമതി ആരോപണം വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇത്തവണത്തെയും ഈ ക്രൈസിസിനെ അവർ വളരെ തന്ത്രപരമായി മറികടക്കാനുള്ള സാധ്യത തന്നെയാണ് മുമ്പിലുള്ളത്. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ച് ഇപ്പം സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന ഭൂരിപക്ഷവും അവിടെ നിന്നുണ്ടാകുന്ന എം പിമാരുമാണ് രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതവർക്ക് പ്രശ്നമാകാൻ പോകുന്നുണ്ടെന്ന് സൂചന വരുന്നുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നടക്കാം വരാൻ പോകുന്നു 2027. ഉത്തർപ്രദേശിൽ നിന്ന് അവർ ഏറ്റവും കൂടുതൽ MLA-മാരെയും അതിനകത്ത് നിന്ന് രാജ്യസഭാ എം പിമാരെയും പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ അവിടുത്തെ സർക്കാരിനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള എതിരഭിപ്രായം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വരുന്നു. ഇപ്പോൾ എന്താണ് കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഡെപ്യൂട്ടി ലീഡർ ഈ സർക്കാർ അനഭിപ്രായമായിക്കൊണ്ടിരിക്കുന്നുള്ള അഭിപ്രായം പാർട്ടി കമ്മിറ്റിക്കകത്ത് പറയുന്നു. ഈ ലോക്സഭയിൽ ഉണ്ടായ തിരിച്ചടി നമ്മൾ കാണുന്നു. യോഗിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരുതരം തൃപ്തിക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കണം,
മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ BJP ബുദ്ധിമുട്ടുമെന്ന് ഉറപ്പാണ്. ഇന്ത്യ സഖ്യം അതിൻ്റെ ഒരു വിജയ തുടർച്ചയുടെ സൂചനയാണ് കഴിഞ്ഞ ഈ ബൈപോളിൽ കാണിച്ചത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നടക്കാൻ പോകുന്ന എവിടെയാണ്? ഹരിയാനയിലാണ്. ഹരിയാനയിലും ഈ നിലയ്ക്ക് ഓൾറെഡി അവിടുത്തെ സർക്കാരിൽ നേരിടുന്ന ക്രൈസിസ് അറിയാം. അപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവർക്ക് അവിടുത്തെ പാറ്റേണിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നും അവിടുന്ന് കൂടുതൽ MPമാരെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഒരു എൻ്റെ ഒരു ലോങ് ടൈം നോക്കിയാലും സമീപകാലത്ത് നോക്കിയാലും BJPയെ സംബന്ധിച്ച് രാജ്യസഭയുടെ കാര്യത്തിൽ അവർക്ക് ആശങ്കാജനകമായ സിറ്റുവേഷൻ ഉണ്ടായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഇതിനെ അവർ ടാക്കിൾ ചെയ്യാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയത്തെ മാനേജ് ചെയ്യുമായിരിക്കും നിഷാദ് സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ജിംസ്, ഈ രാജ്യസഭയിലെയും സീറ്റെണ്ണം കുറയുന്നത് BJPയുടെ NDAയുടെയും നയനിലപാടുകളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സഹായകരമാകും എന്ന് തോന്നുന്നുണ്ട്. 19 സീറ്റാണ് ഇപ്പോൾ ഒഴിവുള്ളത്, 19 സീറ്റ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ, ഇനിയിപ്പോൾ ഉടനെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരും, അതിലെന്തായാലും ഒരു 10 സീറ്റെങ്കിലും BJPക്ക് കിട്ടും. അപ്പോൾ കിട്ടിയാലും ഈ പറയുന്ന ഭൂരിപക്ഷം കിട്ടില്ല, BJPക്ക് കിട്ടില്ല. ഇപ്പോൾ 101 NDAയുടെ കക്ഷി നില രാജ്യസഭയിൽ. NDAയുടെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ, BJP NDA ഘടകകക്ഷികളെല്ലാം എടുത്തു കഴിഞ്ഞാൽ 113 സീറ്റാണ് ഈ ഗോൾഡൻ നമ്പർ എന്ന് പറയുന്നത്, മജോറിറ്റി ബെഞ്ച് മാർക്ക്, മാജിക് നമ്പർ. അപ്പോൾ 113 സീറ്റിലേക്ക് ഇപ്പോൾ 10 സീറ്റേ കിട്ടുള്ളൂ. BJP കിട്ടുക 110 സീറ്റ് കിട്ടും. ഈ 110 സീറ്റ് കിട്ടുന്നത് കൂടാതെ കുറച്ച് ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ് കൂടി ഉണ്ടാവും, നോമിനേറ്റ് ചെയ്യാവുന്ന മെമ്പേഴ്സ്. BJPക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള, ഇപ്പോൾ വിരമിച്ചിട്ടുള്ള രാജ്യസഭാ MPമാരിൽ പലരും നോമിനേറ്റഡ് ആളുകളാണ്. അപ്പോൾ കുറച്ച് പേര് നോമിനേറ്റ് ചെയ്യാം. നോമിനേറ്റ് ചെയ്താൽ അവർക്ക് പാർട്ടി ഇല്ലെങ്കിലും അവരെന്തെങ്കിലും സ്വാഭാവികമായിട്ടും BJP സർക്കാരിനാണ് പിന്തുണയ്ക്കുക. പക്ഷേ ഇവിടെ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് BJD ആണ്. 113 കടന്നാൽ പോലും ഈ BJD സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. BJDയുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. കാരണം മുമ്പ് BJD അംഗങ്ങൾ BJP സർക്കാരിനെ സപ്പോർട്ട് ചെയ്തതാണ്. 11 രാജ്യസഭാ MPമാരുണ്ട് BJDക്ക്. ആ BJD ഇത്തവണ BJP സപ്പോർട്ട് ചെയ്യില്ല. അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ കഴിഞ്ഞേക്കും, ചിലപ്പോൾ 113 കടത്താൻ കഴിഞ്ഞേക്കും, നോമിനേറ്റഡ് അംഗങ്ങളൊക്കെ വെച്ച് കടത്താൻ കഴിഞ്ഞെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടാണ് രാജ്യസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ബില്ല് പഴയതുപോലെ പാസ്സാക്കാനുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ 19 പേരുടെ ഒഴിവ് നികത്തുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. 10 പേരെ BJP കിട്ടാൻ പോകുന്നുള്ളൂ. എങ്കിൽ പോലും ഈ പറയുന്ന 111 ആവുള്ളൂ. 10 പേര് കിട്ടിയാൽ 111 ആവുള്ളൂ, 113 ആവില്ല. പിന്നെയുള്ള നോമിനേറ്റഡ് അംഗങ്ങൾ ആരെങ്കിലും പിന്തുണച്ച് വേണം ഇത് മറികടക്കാൻ വേണ്ടി. അവിടെയാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് നഷ്ടങ്ങളാണ് കൂടുതൽ BJP വരാനുള്ള സാധ്യത. മഹാരാഷ്ട്രയും ഹരിയാനയൊക്കെ എടുത്താൽ തന്നെ നഷ്ടങ്ങളാണ് വരാൻ സാധ്യത. പിന്നീടും ഈ രാജ്യസഭാംഗങ്ങൾ വിരമിക്കും. പിന്നീട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ, ഇനി അടുത്ത 5 വർഷം ഭരിക്കണമല്ലോ, ആ വർഷങ്ങളിൽ ഈ നമ്മൾ മുമ്പ് കണ്ടതുപോലെ 1-2 മോദി സർക്കാരിൽ കണ്ടതുപോലെയുള്ള വലിയ റവല്യൂഷണറി എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ സാധ്യമല്ല. അങ്ങനെ നടത്തിയിട്ടുള്ള ഒന്ന് ഇപ്പോൾ GST റോൾ ഔട്ട് ചെയ്തത്, മറ്റൊന്ന് CAA കൊണ്ടുവന്നത്, ആർട്ടിക്കിൾ 370യുടെ കാശ്മീർ എൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത്, ഇങ്ങനെയുള്ള റവല്യൂഷണറി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നിയമനിർമ്മാണം അവർക്ക് സാധ്യമല്ലാതിരിക്കുക എന്നുള്ളവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. അങ്ങനെ റവല്യൂഷണറി ആയിട്ടുള്ളൊരു നിയമനിർമ്മാണം ഇനി അവർ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളതുകൂടിയാണ്. കാരണം അവരുടെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ ആയിരുന്നത് അതെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞു. കാരണം RSSൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു അതെല്ലാം. ഈ കശ്മീരിൻ്റെ പ്രത്യേക പദവി, അതുപോലെ പൗരത്വ നിയമം, ഇതൊക്കെ RSSൻ്റെ ആവശ്യങ്ങളാണ്. അതൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു എന്താണ് സിവിൽ കോഡ്, ഭരണഘടനാ ഭേദഗതി നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ശേഷിയും ശേമുഷിയും NDAക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ അതിനുള്ള ശക്തിയില്ല. ആ ഒരു ആത്മവിശ്വാസക്കുറവ് മൊത്തം സർക്കാരിൻ്റെ ബോഡി ലാംഗ്വേജിലും നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും ഒക്കെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഈ അധികാരം ഏറ്റെടുത്ത് ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ 16 ദിവസമായല്ലോ. 6 ദിവസമായിട്ട് മുകേഷ് അംബാനിയുടെ മകൻ്റെ കല്യാണ ചടങ്ങിൽ, ആശീർവാദ ചടങ്ങിൽ വന്നിരുന്നു നരേന്ദ്രമോദി. നമ്മൾ എത്ര പത്രങ്ങളിൽ, എത്ര മാധ്യമങ്ങളിൽ അദ്ദേഹം അത് വന്നത് വാർത്തയായി കണ്ടു. പടം പോലും കണ്ടു. മുമ്പായിരുന്നെങ്കിൽ നാഷണൽ മീഡിയ ഉൾപ്പെടെ, മലയാളത്തിലെ ചാനലുകൾ ഉൾപ്പെടെ ലൈവായി അദ്ദേഹം ആ കല്യാണത്തിൽ മുഴുവൻ പങ്കെടുക്കുന്ന ഒരു മണിക്കൂർ പങ്കെടുക്കുന്നില്ല, 1 മണിക്കൂർ പൂർണ്ണമായിട്ടും കൊടുക്കുമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മോദിജി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പറഞ്ഞത്? ടെമ്പോയിൽ അദാനിയും അംബാനിയും രാഹുൽ ഗാന്ധിക്ക് പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ കല്യാണത്തിന് പോകുന്നത്. ഏത് കള്ളപ്പണക്കാരനാണ് മുകേഷ് അംബാനി എന്ന് പറഞ്ഞിട്ട് ആണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഒരു നിസ്സഹായാവസ്ഥയാണ്. നാണക്കേട് മാത്രമല്ല, നിസ്സഹായാവസ്ഥയാണ്. കാരണം കൈയൊഴിയാനും പറ്റില്ല. അതായത് പഴയ മോദി അസ്തമിച്ചിരിക്കുന്നു, പഴയ BJPയും പഴയ NDAയും അസ്തമിച്ചിരിക്കുന്നു. ഇതൊരു പുതിയ വേർഷനാണ്.
ആ വേർഷൻ മാരകമാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പല രീതിയിലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മോഡി 1 and 2 ആയിരിക്കില്ല ഒരു കാര്യത്തിലും, ഒരു കാരണവശാലും മോഡി 3 എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യസഭയിലെയും അംഗബലം കുറയുന്നത് BJPയുടെ NDAയുടെ നയനിലപാടുകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കും എന്നാണ് കരുതപ്പെടുന്നത്.